ഗായ്സ്, വെൽക്കം ടു അദ്രിയാസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്നത്തെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗാണ്. നമ്മുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് കേക്ക് കട്ടിങ്ങും കുറച്ച് പരിപാടികളുണ്ട്. ചേട്ടൻ്റെ ജസ്റ്റ് ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ 2-3 ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അവരിന്ന് വൈകുന്നേരത്തിന് വരും. ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ വരും. അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട്. കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്തി വീഡിയോ ആവും, നിങ്ങൾക്കും ബോറടിക്കും, കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. കേക്ക് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ഇടാം. പിന്നെ അതിരിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട്. ബിസ്ക്കറ്റും കാര്യങ്ങളും കഴിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ബിസ്ക്കറ്റ്. ബലൂൺ വീർപ്പിക്കാം. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾക്ക് ബലൂൺ വീർപ്പിക്കണം. അപ്പം എന്നാൽ വിചാരിച്ചു, എന്നാൽ ലൈറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഡെക്കറേഷൻ ഉണ്ടാവും, ചെറിയൊരു കേക്ക് കട്ടിങ്, പിന്നെ ഫുഡടി, പിന്നെ പോവാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഫുഡടിക്ക് ഫുഡ് ഇവിടെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യണത്, ഞാൻ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ചോറും കറികളാണ് മെയിനായിട്ട്. ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അങ്ങനെ ബിരിയാണി കഴിക്കില്ല. അപ്പോൾ ചേട്ടന് പിന്നെ ഞാൻ സെപ്പറേറ്റ് ചോറ് വെക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പം എല്ലാവർക്കും ചോറാക്കാമെന്ന് വെച്ചിട്ട് ചോറും, പിന്നെ ചേട്ടൻ ചിക്കനും മീനും വാങ്ങിച്ചിട്ടുണ്ട്. മീൻ നത്തോലി മീനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഞാൻ വിചാരിച്ചു, ചിക്കൻ എന്നാൽ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാം. അപ്പോൾ വിത്ത് ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല എത്രമാത്രം സക്സസ് ആവുമെന്ന്. കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ എത്ര നേരം കൊണ്ട് എനിക്ക് ചപ്പാത്തിയും ചോറും എല്ലാം കൂടി ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചോറ് ഇറക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ചപ്പാത്തിക്ക് നോക്കട്ടെ. പിന്നെ ചിക്കൻ കൊണ്ടാട്ടത്തിനുള്ള ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്, മസാലയും കാര്യങ്ങളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മീൻ കറി വെക്കാനുള്ള ഉള്ളി സവാള തോട് കളയലാണ് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. ഓരോന്നോരോന്ന് കുറച്ച് കാണിക്കാം. അപ്പോൾ ലെങ്തി വീഡിയോ ആവില്ല. ഓക്കെ. അപ്പോൾ ഞാൻ നത്തോലി ഇത് മഞ്ഞൾപ്പൊടി കഴുകി കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചതാണ്. ഇത് വറുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള മാരിനേഷൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു സർപ്രൈസ് കൊടുത്തതാണ്. ഞാൻ തലേ ദിവസം രാത്രി ഞാൻ ചേട്ടൻ്റെ ബാഗിൽ ഒരു ഷർട്ട് ഇങ്ങനെ ഗിഫ്റ്റ് റാപ്പറൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായി. ഞാൻ വിചാരിച്ചു കാലത്ത് എനിക്ക് ആൾ ബാഗ് തുറക്കുമ്പോൾ നോക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആൾ ആ ബാഗും കൊണ്ടുപോയി. എന്നിട്ട് ക്ലാസ്സിൻ്റെ അവിടെ എത്തിയപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് ആ ഫോട്ടോ അയച്ചു തന്നത്. എന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ആ ഷർട്ട് ഇടിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ നടുവിലാണ് ഞാൻ സർപ്രൈസ് ഗിഫ്റ്റ് വെച്ചിട്ട് ബാക്കി ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചെറിയൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായി. കാരമലൈസ്ഡ് സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. കുഴപ്പമുണ്ടായില്ല, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് ചേട്ടനത് കഴിച്ചു. അപ്പോൾ ചേട്ടൻ അത് കഴിക്കണം കണ്ടപ്പോൾ ഒരാൾ ഓടി വരുന്നുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ചേട്ടൻ പിന്നെ ക്ലാസ്സിന് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പരിപാടികൾ ഞാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ ചോറും കറികളും ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായി. 6 മണി 6:30 ആവാറായി. അപ്പോൾ 8-8:30 ആവും ഇവരെല്ലാവരും വരുമ്പോൾ, ജോലിയൊക്കെ കഴിഞ്ഞ് വരണ്ടേ. അപ്പോൾ 8-8:30 ആവും എന്തായാലും എത്തുമ്പോൾ. അപ്പോഴത്തേക്കും കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യാമെന്ന് വെച്ചിട്ട് കുറച്ച് ബലൂൺസും ബലൂൺസ് ഇരിക്കുകയാണ്. എന്നിട്ടാണ് എനിക്ക് മനസ്സിലായില്ല, എന്തോ ബലൂണിൻ്റെ കാര്യമാണ്. അപ്പോൾ ബലൂൺ ഒരാൾ വീർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അധികം ഡെക്കറേഷൻ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ബലൂൺസ്, ജസ്റ്റ് അത്ര ഉള്ളൂ. മേശമേ വെച്ച് കേക്ക് മുറിക്കാം. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി കേക്ക് മുറിക്കുന്ന സമയത്ത് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇവിടെ വെക്കാനായിട്ട് നല്ലത് കേക്ക് മുറിക്കാനായിട്ട് തൊട്ട് മുകളിലായിട്ട് അങ്ങോട്ട് വെച്ചു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ മാത്രം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച് കേക്ക് ഉള്ളിൽ സർപ്രൈസ് ഉള്ള കേക്കാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ 3 ആളും കൂടി നിൽക്കുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. 2-3 പേരുള്ളൂ ആകെ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. അപ്പോൾ അങ്ങനെ ചേട്ടനോട് പറഞ്ഞു കൊടുക്കാണ്, കാരണം അതിൽ ഞാനൊരു സീക്രട്ട് മെസ്സേജും കൂടി വെച്ചിട്ടാണ് കേക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വെച്ചാൽ 2 കാര്യങ്ങളുണ്ട് അതിൽ. സീക്രട്ട് മെസ്സേജും കൂടി ഉണ്ട്. ആ സീക്രട്ട് മെസ്സേജാണ് ഇപ്പോൾ ചേട്ടൻ അതങ്ങനെ ഓപ്പൺ ചെയ്യണത്.
അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മെസ്സേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കേക്കിൻ്റെ നടുക്കിൽ ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കും അറിയില്ല, ഈവൻ ചേട്ടന് പോലും അറിയില്ല. അത് ചേട്ടന് പോലും അറിയാത്ത കാരണമാണല്ലോ സർപ്രൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കേക്ക് മുറിച്ചു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തു നിന്നല്ല ചേട്ടൻ കേക്ക് മുറിച്ചത്, കുറച്ചും കൂടി നീക്കി മുറിച്ചു. ഞാൻ നടുക്കിലാണ് വെച്ചിരുന്നത്. ഞാൻ വിചാരിച്ചു നടുക്കിന്ന് ശരിക്കും മുറിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ചേട്ടൻ ജസ്റ്റ് ലൈറ്റായിട്ട് സൈഡിൽ നിന്നാണ് മുറിച്ചത്. അത് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഒന്നും കൂടി നടുക്കിന്ന് മുറിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മുറിച്ചിട്ട് അത് എടുത്തത്. കേക്ക് ഞാൻ അപ്പോൾ എടുത്ത് മുറിച്ച് എടുത്തു കൊടുത്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, ബോംബാണോ, പൊട്ടി തെറിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരതിനനുസരിച്ച് കമൻറ്റും കാര്യങ്ങളും വിടുന്നുണ്ടായി. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അത് കേക്കിൽ നിന്ന് സർപ്രൈസ് ഗിഫ്റ്റ് എടുത്തു. ഒരു ഹെഡ്സെറ്റായിരുന്നു ഗിഫ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഫുഡ് അടി ഇതേ മീൻകറി ഉണ്ട്, ചിക്കൻ കൊണ്ടാട്ടം, പച്ചപ്പയർ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ വറുത്തുണ്ടായി, ചോറ്. ഇത്ര ഉള്ളൂ. എന്നോട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല. ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? അടിപൊളി സർപ്രൈസ് ഉണ്ടായിരുന്നു, സൂപ്പർ സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ ചേട്ടന് ഇഷ്ടമായി. എപ്പോഴും വണ്ടി ഓടിപ്പിച്ച് വരുമ്പോൾ ഫോൺ വിളിയാണ്. അപ്പോൾ ഈ ഒരു സാധനം കൊടുത്തു. ഇനി അപ്പോൾ എന്തായാലും സംസാരിക്കാം. അതിരിക്കുട്ടി എത്ര കേക്ക് തിന്നു? കേക്ക് എങ്ങനെ ഉണ്ടായി? സൂപ്പർ. അപ്പോൾ കേക്ക് മുറിച്ചു, ഫുഡ് കഴിച്ചു, കൂട്ടുകാർ പോയി. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ബൈ പറഞ്ഞോ. ബൈ.